ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ മാത്രം മല കയറിയത് 1,00,000-ലധികം തീർത്ഥാടകരാണ്. അപ്പാച്ചിമേട്, മരക്കൂട്ടം, ശരംകുത്തി എന്നിവിടങ്ങളിൽ കനത്ത തിരക്കുണ്ട്. മല കയറുന്നതിനിടെ ഒരാൾ കുഴഞ്ഞു വീണു മരിച്ചു. ശബരിമലയിലെ തിരക്ക് മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തത മൂലമെന്ന് ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. സ്പോട്ട് ബുക്കിംഗ് 20,000-ആയി നിജപ്പെടുത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ദേവസ്വം പ്രസിഡന്റ് മീഡിയ വണ്ണിനോട്. നാളെ ഫസ്റ്റ് ബാച്ചിൽ 50 പേര് വരുന്നു എന്നാണ് ഇപ്പൊ എന്നോട് പറയാം. അത് മതി, ഞാൻ പറഞ്ഞു ഫുൾ ബാച്ചിന് വേണ്ടി കാത്തിരിക്കണ്ട, ഉള്ളവർ വരട്ടെ, 50 പേര് വരട്ടെ. നാളെ വരും NDRF നാളെ ഇനി മറ്റന്നാളാവെന്ന് അറിയില്ല, നാളെ വരുന്നതാണ് പറഞ്ഞത്. നമ്മൾ സ്പോട്ട് ബുക്കിംഗ് കൊടുക്കുമ്പോൾ അറിഞ്ഞുകൂടെ ഇത്രയും പേര് വരുന്നുള്ളത്. പക്ഷേ വരുന്നവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് കയറ്റിയതാണ് പ്രശ്നം. അവരെ ഇത്ര നിയന്ത്രിക്കണം. പമ്പയിൽ റെഗുലേറ്റ് ചെയ്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും 20,000 പേര് സ്പോട്ട് ബുക്കിംഗ്, 70,000 പേര് പിന്നെ ഓൺലൈൻ ബുക്കിംഗ്, വെർച്വൽ ക്യൂ ബുക്കിംഗ്, അങ്ങനെ 90,000 എന്ന് പറഞ്ഞാൽ 1,00,000 പേര് വരും എങ്ങനെയായാലും. നന്ദുഷയുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദുഷ, നട തുറന്നിട്ടുണ്ടോ? ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? അയ്യപ്പ ഭക്തരെ സന്നിധാനത്തേക്ക് 18-ാം പടിക്ക് മുകളിലേക്ക് കയറ്റിവിടുന്നുണ്ടോ? അതിനർത്ഥം ഇതുവരെയും ജനക്കൂട്ടം സുഗമമായ ദർശനം നടത്തുന്ന സാഹചര്യത്തിലേക്ക് എത്താനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മുൻപ് നമ്മൾ ആളുകളെ കണ്ട അതേ സ്ഥാനങ്ങളിൽ തന്നെയാണ് അവരിപ്പോഴും നിൽക്കുന്നത്. നിലവിൽ നടപ്പന്തൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ്. ജനക്കൂട്ടത്തിന് യാതൊരു ചലനവുമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നിലവിൽ സന്നിധാനത്തിൽ, അതായത് 18-ാം പടിക്ക് മുകളിൽ തങ്ങിക്കൂടി നിന്ന, മേൽപ്പാലത്തിലും മറ്റുമായി തങ്ങിക്കൂടി നിന്ന ആളുകളെയാണ് നിലവിൽ ദർശനത്തിനായി കടത്തിവിടുന്നത്. ആ ബാച്ച് അല്ലെങ്കിൽ ആ കൂട്ടം ആളുകൾ മുഴുവൻ കയറിയതിനു ശേഷം മാത്രമേ ഇനി 18-ാം പടിക്ക് താഴെയുള്ള തിരുമുറ്റത്തു നിന്നും ആളുകളെ കയറ്റി വിടുകയുള്ളൂ. അങ്ങനെ ആളുകളെ കയറ്റിവിടുമ്പോഴാണ് ഓരോ സ്ഥലങ്ങളിലും ചെറിയ രീതിയിലെങ്കിലും ക്യൂ ചലിക്കാൻ തുടങ്ങുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നടപ്പന്തലിൽ നിലവിൽ നേരിയ ചലനം പോലും ക്യൂവിൽ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ദൃശ്യമാകുന്ന കാഴ്ചകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതോടൊപ്പം മരക്കൂട്ടം, അപ്പാച്ചിമേട്, സ്വാമിയപ്പ റോഡിന്റെ പ്രധാന മേഖലകൾ ഇവിടെയൊക്കെ പോലീസ് ക്യാമ്പ് ചെയ്ത് വടം ഉപയോഗിച്ച് ഭക്തജനങ്ങളെ സന്നിധാനത്തേക്ക് കടക്കുന്നത് തടഞ്ഞിട്ടുണ്ട്. സന്നിധാനത്ത് നിലവിലുള്ള ആളുകളുടെ എണ്ണം നിയന്ത്രിച്ച ശേഷം, അല്ലെങ്കിൽ അവരെ സുരക്ഷിതമായി മലയിറക്കിയ ശേഷം മാത്രമേ ഇനി പമ്പയിൽ നിന്ന് കൂടുതൽ ഭക്തരെ കയറ്റി വിടുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി 11 മണി വരെയാണ് ദർശന സമയം. 3 മണി മുതൽ 11 വരെയാണ് ദർശന സമയം. ഈ സമയത്തിനുള്ളിൽ ഇത്രയധികം ആളുകളെ സന്നിധാനത്ത് എത്തിക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയുള്ള ഒരു ദൗത്യമാണ്. ആ തീവ്ര ശ്രമത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ നിലവിൽ. മതിയായ രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കാത്തതിന്റെ, അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തതയാണ് ഇത്തരത്തിലൊരു തിരക്കിന് കാരണമെന്ന് അല്പം മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞു. അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പ്രസിഡന്റ് ഭാഗത്ത് പുറത്തു വന്ന സ്ഥിതിക്ക് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും കൃത്യമായ രീതിയിൽ ഒരുക്കങ്ങളും അതോടൊപ്പം മറ്റൊരു കാര്യവും കൂടി പാലിക്കേണ്ടതായിട്ടുണ്ട്. ദിവസം 90,000 പേര് മാത്രം കടത്തിവിടുന്ന ഒരു കണക്കാണ് നിലവിൽ ശബരിമലയിലുള്ളത്. അത്തരം ആളുകൾ മാത്രം കടത്തിവിട്ടാൽ സുഗമമായി ദർശനം സാധ്യമാക്കാനാകും. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയത് 1,00,000-ലധികം ആളുകളാണ്. അത്രയധികം ആളുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഈ വനപാതയിലോ അല്ലെങ്കിൽ തിരുമുറ്റത്തോ 18-ാം പടിയുടെ മുകളിലുള്ള മേൽപ്പാലങ്ങളിലോ 18-ാം പടിക്ക് കൊടിമര ചുവട്ടിലോ ഇല്ല. അതിനാലാണ് ഇത്ര വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പമ്പയിലും നിലയ്ക്കലുമായി ആളുകളെ തടഞ്ഞു നിർത്തി ഇപ്പോഴുള്ള വലിയ ജനക്കൂട്ടം നിയന്ത്രിച്ച ശേഷം മാത്രമേ ഇനിയുള്ള ആളുകളെ കടത്തിവിടുകയുള്ളൂ. അതോടൊപ്പം 20,000 എന്ന സ്പോട്ട് ബുക്കിംഗ് നമ്പർ അത് കൃത്യമായി പാലിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു. അത്തരമൊരു കാര്യമുണ്ടായാൽ തന്നെ ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാനാകും എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രത്യാശിക്കുന്നത്. അതോടൊപ്പം പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടികൾ നിലവിൽ നടക്കുന്നുണ്ട്. എങ്കിൽ പോലും തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ തരത്തിലേക്ക് അത് ഇതുവരെയും എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മുന്നിലുള്ള കാഴ്ചകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ പോലീസ് ചീഫ് ഓഫീസർക്ക് ഇത് സംബന്ധിച്ച ഒരു കത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയിട്ടുണ്ട്. പമ്പയിൽ നിന്നും ആളുകളെ കടത്തിവിടുന്ന സംഖ്യ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ നിജപ്പെടുത്തണം എന്ന കാര്യം ഉന്നയിച്ചാണ് ഇത്തരത്തിലൊരു കത്ത് ദേവസ്വം പ്രസിഡന്റ് പോലീസ് ചീഫിന് നൽകിയിട്ടുള്ളത്. ആ രീതിയിൽ ഇനി നാളെ മുതലെങ്കിലും കൃത്യമായ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയി കാര്യങ്ങൾ നീങ്ങിയെങ്കിൽ മാത്രമേ ഇനി ശേഷിക്കുന്ന വലിയൊരു കാലയളവുണ്ട്. 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ സീസൺ തുടങ്ങിയിട്ട്. ഇനി സീസണിൽ ബാക്കിയുള്ള ദിവസങ്ങൾ സുഗമമായ തീർത്ഥാടനം നടത്തണമെങ്കിൽ ഈ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയ കാര്യങ്ങൾ